DA/DR വർധനവ് പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശങ്ക. ഇത്തവണ ഹോളി കഴിഞ്ഞിട്ടും ഒരു പ്രഖ്യാപനവും നടത്താതെ സർക്കാർ. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും DA വർധനവ് പ്രഖ്യാപനത്തിനായി ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത്. സാധാരണയായി സർക്കാർ 2 DA വർധനവ് പ്രഖ്യാപിക്കാറുള്ളതാണ്. ആദ്യത്തേത് ഹോളിയോടനുബന്ധിച്ചും രണ്ടാമത്തേത് ദീപാവലി ഉത്സവത്തിന് മുമ്പോ അതിനുശേഷമോ ആയാണ് പ്രഖ്യാപിക്കാറ്. ഇത്തവണ ഹോളി കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ലേബർ ബ്യൂറോ 2026 ജനുവരിയിലെ വ്യാവസായിക തൊഴിലാളികൾക്കുള്ള അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചികയിൽ 0.4 പോയിന്റ് വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സൂചിക 2025 ഡിസംബറിൽ 148.2 ആയിരുന്നത് 2026 ജനുവരിയിൽ 148.6 ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള DAയും പെൻഷൻകാർക്കുള്ള DR കണക്കാക്കാൻ ഈ സൂചികയാണ് ഉപയോഗിക്കാറുള്ളത്. 2026 ജനുവരിയിലെ പണപ്പെരുപ്പം 3.77% 2025 ജനുവരിയിൽ ഇത് 3.10% ആയിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇത്ര ദിവസമായിട്ടും DA വർധനവ് പ്രഖ്യാപിക്കാതിരുന്നതോടെ നിലവിലുള്ള DA അടിസ്ഥാന ശമ്പളവുമായി ലയിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് എന്ന അഭ്യൂഹവും ശക്തിപ്പെടുകയാണ്. സർക്കാർ എല്ലാ വർഷവും 2 തവണ DA പരിഷ്കരിക്കാറുള്ളതാണ്. ജനുവരിയിലും ജൂലൈയിലുമാണിത്. നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 58% DA ലഭിക്കുന്നുണ്ട്. പുതിയ പണപ്പെരുപ്പ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ 2026 ജനുവരിയിൽ ഏകദേശം 2% വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ DA 58% നിന്ന് ഏകദേശം 60% ഉയരും. 2025 ജനുവരി മുതൽ 2025 ഡിസംബർ വരെയുള്ള 12 മാസത്തെ AICPI IWയുടെ ശരാശരിയുടെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു കണക്ക്. 2025 ഡിസംബറിൽ പാർലമെന്റിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ DA അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും നിലവിൽ പരിഗണനയിലില്ലെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത്. പണപ്പെരുപ്പം നികത്താൻ നിലവിലെ DA 6 മാസത്തിലൊരിക്കൽ പരിഷ്കരിക്കുന്ന സംവിധാനം മതിയെന്നും അതിനാൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്നും ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.